ബസ്സിൽ ചുട്ട് പുഴുങ്ങ നമ്മളിങ്ങനെ തിന്ന ഇത്ര ചുട്ടി റാഗി കുറുക്കി വെച്ചിട്ടുണ്ട്. ഇത് ചോളാണ്ടിയോ? അതെന്താ? അത് കൽക്കണ്ടം. കൽക്കണ്ടം ചുണ്ടിൽ. ആണോ? ഇത്രയും വലുതോ? അങ്ങനെ ഞങ്ങള് ഡബ്ബേനെ മൈക്ക് മേടിച്ചിട്ടോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് തിയേറ്ററിലെത്തി. ഗൈസ് എനിക്ക് സിനിമ ഇഷ്ടമായി. ഹായ് ഫ്രണ്ട്സ്, ഡിഡി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈവനിങ് വ്ളോഗാണ്. അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോവാം. ആണോ? പാരന്റ്സ് മീറ്റിംഗ് ആണോ നാളെ? നാളെ കുഞ്ഞിന് സ്കൂളുണ്ടോ? നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ? പിന്നെ സ്കൂളിന്റെ നോട്ടീസ് ഒന്നും ആണോ? സ്കൂളുണ്ട്. ദിയമോക്കും ഉണ്ടോ? ദിയമോക്കില്ല. എനിക്കവിടെ സ്കൂള് ദിയമോക്കുണ്ടോ നാളെ? പാരന്റ്സ് ട്രെയിനിങ് വല്ലതും ആയിരിക്കും. മീറ്റിംഗ് ആണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ചാ പറയാ. ആണോ? മീറ്റിംഗ് ആണോ? എനിക്ക് വാവേ, എന്റെ വാവയ്ക്ക് ടൈ ഒക്കെ കിട്ടിയിട്ടോ ഇന്നലെ. ഒന്ന് കാണിച്ചു കൊടുത്തേ വാവേ. ഈ ഇടണം, ഇതിങ്ങനെ ഇടണം. അധികം ബസ്സൊന്നും ഊരിയതാ. ആണോ? ബസ്സിൽ ചുട്ട് പുഴുങ്ങ. ആണോ? നമ്മളിങ്ങനെ തിന്ന ഇത്ര ചുട്ടി. ദിയമോളില്ലാത്ത ദിവസം പിന്നെ ചില വെനസ്ഡേയും ക്യാൻറ്റീനും വെനസ്ഡേ ബിരിയാണിയും ചിക്കൻ. നാളെ വരട്ടെ. ഫ്രൈഡേനേക്കാളും രസം വെനസ്ഡേയാണ്. എനിക്ക് ഫ്രൈഡേ. ഫ്രണ്ട്സ്, നാളെ ദിയമോളുടെ പാരന്റ്സ് മീറ്റിംഗ് ആണ്. അപ്പൊ ഞങ്ങൾ നാളെ പോകുന്നതായിരിക്കും. ദിയമോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ടൈക്ക് ഉമ്മ കൊടുക്കും കേട്ടോ. എന്താന്ന് എനിക്കറിയില്ല. നല്ല തുണിന്റെ കോട്ടൺ തുണി. ദിയമോൾ കുറച്ച് നേരത്തേക്കും കുറച്ച് നോളത്തരുണ്ടാവും. അവള് ഒറ്റയ്ക്ക് ക്യാമറ ഒക്കെ പിടിച്ചിട്ട് കുറച്ച് മെയിൻ ആവലുണ്ടാവും. കാരണം എന്താ, ഫോൺ കേസ് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് റാഗി കുറുക്കി വെച്ചിട്ടുണ്ട്. കുറുക്ക് കുഞ്ഞിന് ചോളാണ്ടി കുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചോളാണ്ടിയോ? ഓ, കുഞ്ഞു കുട്ടികളെ കഴിക്കണ മാതിരി. നമ്മ കാലേക്ക് എടുത്തി തരണോ? അതെന്താ കട്ടി ഉണ്ടാവുമല്ലോ. കുറുക്കല്ലേ? ആ ഡ്രസ്സ് മാറ്, കയ്യും മുഖമൊക്കെ കഴുകിയിട്ട് വാ. അതെന്താ? അത് കൽക്കണ്ടം. കൽക്കണ്ടം ചുണ്ടിൽ, കർപ്പൂരം കണ്ണിൽ. ഗൈസ്, ചോളാണ്ടി റെഡി. ഇതിലേതെണ്ടത്? ഫ്രണ്ട്സ്, റാഗി കുറുക്കിയത്. ചോളാണ്ടി ഞങ്ങൾ ചോളാണ്ടി എന്നാ പറയാ. ഞാൻ ചോളാണ്ടി എന്നാണ് പറയാ. ചിലര് റാഗി കുറുക്കിയത്. കിടത്തി തരാ. പണ്ട് ദിയമോക്ക് ഇങ്ങനെ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കൂടുതലായി കിട്ടിയത്. ആണോ? ഞാൻ കണ്ടിട്ടുണ്ട്. കൊടുക്കും ഇവിടെ അവിടെ ആദ്യം മുഖം കഴുകിക്കേ, എന്നിട്ടാണ് കൊടുക്കാൻ തുടങ്ങുക. ചൂടുണ്ടാവും അതെ. മൂക്ക് മുട്ടോ. വന്നു ഫ്രണ്ട്സ്, ഞങ്ങൾ ഒരു ദിവസം പുഡിങ് ഉണ്ടാക്കി. പക്ഷെ അത് പരാജയപ്പെട്ടു. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. കുറച്ച് കട്ടി കൂടിപ്പോയി. ചൈന ഗ്രാസ് കൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷെ പുഡിങ്ങിന് കട്ടി കൂടിപ്പോയി. ഒരു ഇതേമാതിരി ആവണേന്ന്, ഒരു ഗുളു ആണായിരുന്നു. ഞാൻ പുഡിങ് ഫസ്റ്റ് ടൈം കഴിച്ചു. നമ്മൾ കോഴിക്കോട് പോയപ്പോൾ കഴിച്ചാണ്. കസ്റ്റാർഡ് ക്യാരമൽ കസ്റ്റാർഡ്, പിന്നെ ഇളനീരിൻ്റെ. എങ്ങനെയുണ്ട് ദൈവം? കുഞ്ഞവ കഴിക്കണ മാതിരി തന്നെ.
നൈസായിട്ട് സൈഡിൽ കൂടെ. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ. കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് മേല് കഴുകണം, പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നുണ്ട് ഗൈസ്. നുണക്കുഴീനാണ് കേട്ടോ പോണത്. അത് ഇന്നലെ പോവാന്ന് പറഞ്ഞു, പക്ഷെ ഇന്നലെ കുറച്ച് വൈകി പോയി, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. സോ ഇന്ന് പോവാന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പപ്പ അമ്മേനോട് ചോദിച്ചു സിനിമയ്ക്ക് വല്ലേ ചോദിച്ചു. അമ്മ പോവാം എന്ന് മാത്രമേ ഉള്ളൂ, എന്തിനു പോവാന്ന് അമ്മ അയക്കണില്ല. അപ്പൊ ലാസ്റ്റ് സിനിമയ്ക്ക് പോകാന്ന് അയച്ചു. അപ്പൊ ഞാൻ അങ്ങോട്ട് സന്തോഷമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ സിനിമയ്ക്ക് പോണത്. എനിക്കും പപ്പയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് സിനിമയ്ക്ക് പോണത്. അമ്മയ്ക്ക് ദിയമോക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, ദിയമോക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഓൾ സിനിമയ്ക്ക് പോലെ ഞാനില്ല, നിങ്ങൾ പോയിക്കോന്നേ പറയുള്ളൂ. എന്ത് ജീവിയാണ്. ഒരു ദിവസം ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലാക്കി പോയി. അതെ, നമ്മൾ അപ്പുറത്ത് എന്നെ അവിടെ ആക്കിയാൽ മതി, ഞാൻ വരുന്നില്ല സിനിമയ്ക്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ ദിയമോക്ക് ഏത് സിനിമ കണ്ടതിന് ശേഷമാണ് പേടിയായത്. ആരോ വന്നിട്ട് നമ്മൾ ഇനി ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുമ്പോ ഈ മൈക്കിലാണ് സംസാരിക്കുക. അല്ല, ഡബ് ചെയ്യാനല്ലേ. പിന്നെ കാർട്ടൂൺ ആനിമേഷന്റെ സൗണ്ട് കൊടുക്കാൻ എല്ലാവർക്കും യൂസ് ചെയ്യാം. അങ്ങനെയുള്ള പരിപാടി. പാട്ട് പാടാം. ഇത്രയും വലുതില് അങ്ങനെ ഞങ്ങള് ഡബ് ചെയ്യണ മൈക്ക് മേടിച്ചിട്ടോ ഫ്രണ്ട്സ്. ആരു നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം കറുത്ത മുടിയടിച്ചിട്ടു കണ്ണു കളക്കി ഓട്ടെ. സ്പോഞ്ചാണോ അത്? സ്പോഞ്ചാണ്. ഞാൻ ഫ്രഷായി വന്നിരിക്കുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ പോയത്. ഫ്രണ്ട്സ്, അമ്മ എനിക്ക് ചോറ് വാരിത്തരാൻ പോകും. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ അമ്മ എനിക്ക് ചോറ് നിന്നിട്ട് വിശപ്പ് മാറിയിട്ടില്ല. കാരണം ഇവർക്ക് സ്കൂള് വിട്ട് വന്നാൽ ചോറാണ് പ്രധാനം. പിന്നെ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ കുറുക്ക് ഉണ്ടാക്കി വെക്കാ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ കഴിക്കാൻ കൊടുക്കട്ടെ. നെക്കി ഇവിടെ പരക്കം പായാണ് കേട്ടോ. കണ്ടോ? എങ്ങട്ടാ വാവേ പോണേ? വാവേ എങ്ങട്ടാ? ആ റോട്ടിൽ കൂടെ ആരോ പോകുന്നുണ്ട്, അതാണ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. എന്താ അവിടെ? എന്താ എനിക്ക്? എന്താ അവിടെ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് മോളെ? ഫ്രണ്ട്സ്, അപ്പം ഞാൻ ചോറ് തിന്നാൻ പോവാണ്. ചോറും ചിക്കൻ കറിയും പയറ് തോരനാണ്. യെസ് ഗൈസ്, കഴിക്കട്ടെ. നല്ലോണം വിശക്കുന്നുണ്ട്. കുറുക്ക് തിന്നു കഴിഞ്ഞാൽ വിശപ്പ് മാറില്ല. അതൊരു ഹെൽത്തി ആവാൻ വേണ്ടി കഴിക്കുക അത്ര തന്നെ. ഫ്രണ്ട്സ്, അപ്പം കഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ പഠിക്കട്ടെ. പഠിച്ചു കഴിഞ്ഞിട്ട് വേണം സിനിമയ്ക്ക് പോകാൻ. സെക്കൻഡ് ഷോയ്ക്കാണ് 9:15 അപ്പം ഇവിടെ ഒരു 8:30 ആവുമ്പം റെഡി ആവാൻ തുടങ്ങണം. അപ്പം അതുവരെ ഞാൻ ഇരുന്ന് പഠിക്കട്ടെ ഗൈസ്. പപ്പയ്ക്ക് എഡിറ്റിംഗ് ഉണ്ട്, പപ്പ മോള് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ എനിക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ദിയമോക്ക് ക്ലാസ് ഇല്ല, നാളെ സാറ്റർഡേ ആണ്. നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്.
പാരന്റ്സ് മീറ്റിംഗ് എന്തോ ആണ്. അപ്പൊ എന്തായാലും വരും. വൈകുന്നേരം എന്നെ കൂട്ടി പോവാൻ പറഞ്ഞിട്ടുണ്ട് അമ്മേനും. അത് ഫ്രണ്ട്സ് ഞങ്ങള് അർജുമാമന്റെ വീഡിയോ കണ്ടോണ്ടിരിക്കാണ്. മലബാറി വന്ന വഴിക്ക് ആൾക്കാരുള്ള സ്ഥലമാണ്. അവിടെ നിന്നാ ഫ്രണ്ട്സ് ഞാൻ പൊളിറ്റിക്സ് പഠിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് പിന്നെ നോട്ട് എഴുതി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നോട്ടും എഴുതണം. നോട്ട് ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ നോട്ട് എഴുതി. ലാസ്റ്റ് ചാപ്റ്റർ എഴുതിയാൽ മതി. ഇവിടെ ഫ്രണ്ട്സ് അപ്പോൾ പഠിച്ചു കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റേക്ക് പോകാൻ സമയമായിരിക്കുന്നു ഗൈസ്. അപ്പം ഞാനിതാ ഒരുങ്ങി. ഇപ്പൊ തന്നെ ഞാൻ മിക്കവാറും സിനിമയ്ക്ക് ഈ ഡ്രസ്സാണ് ഇട്ടല്ലേ ഗൈസ്. ഇതാണ് കംഫർട്ടബിൾ. അതെ മിക്കവാറും എപ്പോഴും സിനിമയ്ക്ക് പോകുമ്പോൾ യൂണിഫോമാണ്. പക്ഷെ പാന്റ് എന്താ പറ്റാവോ ഗൈസ്? മാറിയിട്ടുണ്ട്. മറ്റേ പട്ടാത്തിന്റെ വണ്ടി ഒന്നും ഇടല്ലേ, മാറിയിട്ടുണ്ട്. ഇതെന്തിനാ കൈ പിടിച്ചു അല്ലേ? 9:03 എത്ര മണിക്ക് തുടങ്ങും? 9:15. കിനാവിന്റെ പായിൽ കിടന്നാണ് തൂക്കം. ഫ്രണ്ട്സ് ഞാനില്ലേ സ്വപ്നത്തിന് കണ്ടിട്ടുണ്ട്. ഇവിടെ ഡി എഴുതിയിട്ടുണ്ട് കേട്ടോ മുകളില്. അവിടെ കാണൂല കേട്ടോ. കാണും. ശരി, കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും അവിടെ ഡി എഴുതി കാണിക്കണ്ടേ. ഡി മേഘത്തിൽ എഴുതി കാണിച്ചാ ദൈവത്തിന് നമ്മളെ ഇഷ്ടമുണ്ടാവുന്ന അല്ലെങ്കിലും ഇഷ്ടമാണ് ഗൈസ്. ഞങ്ങൾ കേറാണ്. ഫ്രണ്ട്സ് അമ്മയാണോ വരുന്നത്? അല്ല, ആണ്. അമ്മ അപ്പുറത്തെ വീട്ടിലേക്ക് പോയതായിരുന്നു ആ ചേച്ചിനെ കൊണ്ടാക്കാന്. അപ്പൊ അമ്മ ഇതാ വരുന്നുണ്ട്. ഫ്രണ്ട്സ് തിയേറ്ററിലെത്തി. ആദിമോനും സമയം ഒത്തിരി ആയി. ആദിമോനും അഭിമാമനും മാമിയും ഉണ്ട്. ഏതാ ദേവോ? നുണക്കുഴി ആണ്. പക്ഷെ ബോർഡ് 14 സമയം 15-നാണ് സിനിമ തുടങ്ങുക. സിനിമ തുടങ്ങി. താങ്ക്സ് ടു അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് ഇൻട്രോയിൽ വേറെ നല്ല രസമുണ്ട്. ഇതെന്താ ഇൻവെസ്റ്റിഗേഷൻ പ്ലസ് മറ്റേ കോമഡി. രസമുണ്ടോ? ഫ്രണ്ട്സ് ഞാൻ ഐസ്ക്രീം വാങ്ങി. ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമ ദിയമോളും ഐസ്ക്രീം ആയി. ആദ്യമോന് പനി ആയതുകൊണ്ട് ജലദോഷമൊക്കെയാണ്. അപ്പോൾ പോക്കോണ വാങ്ങിച്ചു. എനിക്ക് സിനിമ ഇഷ്ടമായി. ലാസ്റ്റ് ടെസ്റ്റ് നല്ല രസമുണ്ട്. ആദ്യമോന് പേടിയായോ? ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ സിനിമ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ എത്തിയിരിക്കുന്നു. എനിക്കിഷ്ടായി. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്ക് നല്ലോണം ഇഷ്ടമായി. അല്ലെങ്കിൽ എനിക്ക് ബേസിലിന്റെ എല്ലാ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. 11:40 കേട്ടത് ഈ സമയം 50. അയ്യോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇപ്പോഴത്തെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തെ എല്ലാവർക്കും ബൈ ബൈ.